സർ ഈ യൂറിൻ്റെ കളറ് സാധാരണ നമ്മൾ പറയില്ല പെയിൽ യെല്ലോ ആണ് ഹെൽത്തി, പിന്നെ കുറച്ചുകൂടി യെല്ലോ ആകുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ബ്രൗൺ കളർ ആകുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ലും കൂടെ ഒരു ഘടകമല്ലേ? ലൈക്ക് കരിമ്പിൻ്റെ സ്മെല്ല്, മെഡിസിൻ്റെ സ്മെല്ല് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറച്ച് മുന്നേ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. മൂത്രത്തിൻ്റെ കളറിനെ പറ്റി അകാരണമായൊരു ആശങ്ക പലപ്പോഴും കാണാറുണ്ട്. അതെ, നമ്മുടെ സാധാരണ വൈക്കോലിൻ്റെ മഞ്ഞ നിറമാണ് മൂത്രത്തിൻ്റെ വേണ്ടത് എന്നാണ് പറയാറ്. പറയാം. അതിന് പകരം നമ്മുടെ വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ അളവനുസരിച്ച് തന്നെ മാറ്റം വരാം. നല്ലോണം വെള്ളം കുടിച്ചാൽ നേർക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അതെ, അതുപോലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ രാവിലെയുള്ള മൂത്രം അല്ലെങ്കിൽ പനി പിടിച്ചാലുള്ള മൂത്രമൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, കൂടുതൽ ഡാർക്കായിരിക്കും. അതിൽ പലപ്പോഴും ടെസ്റ്റ് ചെയ്താൽ കുഴപ്പമൊന്നും കാണണമെന്ന് നിർബന്ധമില്ല. ഓ, അതുകൊണ്ട് തന്നെ കളറിന് മാത്രം ഉപയോഗിക്കരുത്, മാത്രം ആലോചിച്ചുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന് കൃത്യമായി ടെസ്റ്റുകൾ ചെയ്ത് നിർണ്ണയിക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ ചോരയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നോർമലായിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ. അതിനെന്തെങ്കിലും കാരണം കാണണം. മഞ്ഞ നിറം പലപ്പോഴും ഉണ്ടാവാം. അത് ചില അസുഖങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ മണത്തിനെ പറ്റി പറഞ്ഞാലും പൊതുവെയുള്ള ഒരു അബ്നോർമലായിട്ടുള്ള ദുർഗന്ധമൊക്കെ മൂത്രപ്പഴുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ വ്യത്യാസങ്ങൾ, അതുപോലെ മരുന്നുകൾ, ഇതൊക്കെ മണത്തിന് വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു സ്പെസിഫിക് പോയിൻ്റ് അല്ല, കൃത്യമായ ടെസ്റ്റുകൾ വഴി എന്താണ് കുഴപ്പമെന്ന് നിർണ്ണയിക്കുന്നതായിരിക്കും നല്ലത്.